ഹായ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ നല്ല ഒരു ഔഷധ സസ്യത്തിൻ്റെ പരിചയപ്പെടുത്തലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ചെറുപൂള. ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം, അതേപോലെ ദേഹത്തിനുണ്ടാകുന്ന തളർച്ച, അതേപോലെ നമുക്ക് നട്ടലിനുണ്ടാകുന്ന പലതരത്തിലുള്ള നമ്മൾ ഏതെങ്കിലും കസേരകളിലോ മറ്റോ ഒക്കെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു വല്ലാത്ത കോച്ചിപ്പിടുത്തൽ പോലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെയുള്ള കോച്ചിപ്പിടുത്തലുകളെ, എല്ലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ, ഇവയ്ക്കൊക്കെ ഇത് സമൂലം എടുത്ത് കഴുകി അരച്ച് അതിൻ്റെ ഇല, അതേപോലെ ഈ പറഞ്ഞേക്കുന്ന പൂവ്, ഈ വെളുത്ത് കാണുന്നില്ല, ഈ വെളുത്ത് കാണുന്നതിൻ്റെ പൂക്കളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വിളഞ്ഞൊരു സസ്യമാണ്. ഈ സസ്യത്തിൻ്റെ സമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര്, തണ്ട്, ഇല, പൂവ് ഇതെല്ലാം കൂടെ ചേർത്ത് സുഖകരമായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ് നീര് നമ്മുടെ നവരരി, അതായത് ഈ ഉമിയുള്ള തവിടുള്ള അരി കഞ്ഞി വെച്ച് സുഖമായിട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, അതായത് ഷുഗറിന് വളരെ നല്ലതാണ്. ഒപ്പം ശരീരത്തിലെ ഈ പറഞ്ഞേക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ ഇത് വളരെ നല്ലതാണ്. അതിനേക്കാൾ ഏറെ പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന് കരളിൻ്റെ അസുഖങ്ങളെ നിയന്ത്രിക്കുവാൻ ഈ ഔഷധത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപൂള എന്ന് പറയുന്നത് നമ്മുടെ ദശപുഷ്പങ്ങളിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. ഓക്കെ, അപ്പം ഇതെല്ലാവരും നട്ടു വളർത്തുക. ഒപ്പം ഈ പറഞ്ഞേക്കുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് ഏകദേശം രസപ്രധാനമായിരിക്കുന്ന ഒരു സസ്യമാണ്. തീർച്ചയായിട്ടും ഇതിന് നല്ല ഗുണങ്ങളുണ്ട്. എല്ലാവരും ഇത് പരിശോധിച്ച് നോക്കുക. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഔഷധ സസ്യങ്ങളുടെ വിലപിടിച്ച അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപേ വരുന്നതിന് വേണ്ടി അത് സഹായകമാകും. നന്ദി, നമസ്കാരം.